കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ശാന്തൻപാറ തൊണ്ടിമലയിൽ നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുകയാണ്. വനംവകുപ്പ് വാച്ചർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിഷേധം. പ്രിൻസ് ജെയിംസും പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, ഉപരോധം തുടരുകയാണോ ഇപ്പോഴും? നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുന്നത് തുടരുകയാണ്. വനംവകുപ്പിൽ നിന്ന് വ്യക്തമായൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഉപരോധ സമരം അവസാനിപ്പിക്കൂ എന്നതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം തുടർച്ചയായി ഇവിടെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു. അവസാനമായി ഇന്ന് രാവിലെ അകമ്പതിൽ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക്, അതായത് 20 വർഷത്തിനിടെ 44 ജീവനുകൾ ചിന്നക്കടൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തുകളായി മാത്രം കൊണ്ടിരിക്കുന്നു. ഏതാനും വർഷങ്ങളായി, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആക്രമണം കൂടിയിട്ടുണ്ട്. വർഷത്തിൽ ഒന്നിലധികം ആളുകൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. ദേശീയോദ്യാനത്തോടെ ദേശീയോദ്യാനത്തോട് ചേർന്നും ആനയിറക്കൽ ജലാശയത്തോട് ചേർന്നും ഉള്ള തോട്ടം മേഖലകൾ പതിവായി ആടിയിറങ്ങുന്നു. എല്ലാ ദിവസവും ആൾക്കാർ സാധിക്കുന്നുണ്ടാകുന്നു. ഏക്കറോടൊപ്പം കൃഷിയാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ 2 വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയും ഒപ്പം രണ്ട് വീടുകളും ഇവിടെ തകർച്ച സാഹചര്യമുണ്ട്. തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു. എങ്കിലും കൃത്യമായ ഇടപെടൽ വനംവകുപ്പിക്കാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നു തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. യാതൊരുവിധ ആനകളെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഫെൻസിംഗ് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. ഒപ്പം ശാസ്ത്ര പരിഹാരത്തിന് ആനയുടെ ആക്രമണത്തിന് ശാസ്ത്ര പരിഹാരം എന്ന രീതിയിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ഇതും നടപ്പിലാക്കുന്നില്ല. തുടർച്ചയായി ആനകൾ ഇറങ്ങുന്ന ജനങ്ങൾക്ക് തോട്ടം മേഖലകൾ ജോലി ചെയ്യാനല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ കൃത്യമായി ദേശീയപാതയിലടക്കം ആന കാണപ്പെടുന്നു. ആനയിറങ്ങോട് ചേർന്നുള്ള രേഖകൾ പതിവായി മുൻപ് 5 തവണ ഈ ഒരു പ്രദേശം മാത്രം കാട്ടാനാക്രമണം ഉണ്ടായും ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. ശക്തമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് വരെ സമരം നടത്തുന്നതിന് എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. റൈറ്റ്, പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകിയത്.